പാകിസ്ഥാനിൽ കോടികൾ വിലമതിക്കുന്ന ഭീമമായ സ്വർണ്ണശേഖരം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. പാകിസ്ഥാൻ പഞ്ചാബിലെ അറ്റോക് പ്രവിശ്യയിൽ ഏകദേശം 32.6 മെട്രിക് ടൺ സ്വർണ്ണശേഖരമാണ് കണ്ടെത്തിയത് എന്നും 600 ബില്യൺ പാകിസ്ഥാൻ രൂപ വിലമതിക്കുന്ന ശേഖരമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിലെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയുടെ ആഴങ്ങളിലാണ് അമൂല്യ സ്വർണ്ണശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണശേഖരം ഖനനം ചെയ്തെടുക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അതിനായി പാകിസ്ഥാൻ ആശ്രയിച്ചിരിക്കുന്നത് സൗദിയാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഉത്തരമേഖലയിലെ പർവ്വത പ്രദേശങ്ങളിൽ നിന്നാണ് നദി സ്വർണം വഹിച്ചുകൊണ്ടുവരുന്നത്. ഈ സ്വർണം നദീതടങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. മഞ്ഞുകാലത്ത് നദിയിലെ ജലനിരപ്പ് താഴുമ്പോൾ തദ്ദേശവാസികൾക്ക് നദിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു. പുഴയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്ലേസർ ഖനനം ഇവിടെ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. തണുപ്പുകാലത്ത് ജലനിരപ്പ് കുറയുമ്പോൾ പുഴയുമായി കലർന്നു കിടക്കുന്ന തെളിച്ചമുള്ള സ്വർണ്ണത്തിരകൾ ഇവിടെ ദൃശ്യമാകുന്നതായി പറയപ്പെടുന്നു. സാമ്പത്തികമായി കടുത്ത വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാന് ഖനനത്തിന് വേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ സാധിക്കില്ല. വിദേശ ശക്തികളുടെ സഹായം തേടാനാണ് സർക്കാർ തീരുമാനം. നിശ്ചിത ശതമാനം ഓഹരി മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തി അവരുടെ കൂടെ സഹായത്തോടെ ഖനനം ആരംഭിക്കാമെന്നാണ് പാകിസ്ഥാൻ പദ്ധതി. ഇതിനിവർ കണ്ടെത്തിയത് ഉറ്റരാജ്യമായ സൗദി അറേബ്യയാണ്. കനേഡിയൻ കമ്പനിയായ ബാരിക് ഗോൾഡിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഖനിയുടെ 50% ഓഹരി. 25% വീതം പാകിസ്ഥാൻ ഫെഡറൽ സർക്കാരിനും ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരിനുമുണ്ട്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 15% ഓഹരി സൗദി അറേബ്യയ്ക്ക് വിൽക്കാനാണ് ആലോചന. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും വിലയെ സംബന്ധിച്ച് ധാരണയായാൽ സൗദി അറേബ്യയുടെ സഹായത്തോടെ സ്വർണം കുഴിച്ചെടുക്കുമെന്നും പാക് അധികൃതർ പറയുന്നു. സൗദി അറേബ്യയ്ക്ക് ഖനിയുടെ 15% ഓഹരി വിറ്റുവെന്ന് കഴിഞ്ഞ ദിവസം ചില പാക് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇക്കാര്യം പെട്രോളിയം മന്ത്രി മുസദ്ദിഖ് മാലിക് നിഷേധിച്ചു. $54 കോടി സൗദി അറേബ്യയ്ക്ക് 15% ഓഹരി വിൽക്കാനാണ് സാധ്യത. മാത്രമല്ല, മേഖലയിലെ ധാതുഖനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സൗദി $15 കോടി കൂടി നൽകുമെന്നും പറയപ്പെടുന്നു. 2028 ഖനനം ആരംഭിക്കുമെന്ന് ബാരിക് ഗോൾഡ് അറിയിച്ചിട്ടുണ്ട്. ഓരോ വർഷവും 90 ദശലക്ഷം ടൺ ഖനനം ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ചെമ്പിന്റെ വില പൗണ്ടിന് $2 നിന്ന് $4 ഉയർന്നതോടെ കമ്പനി വലിയ പ്രതീക്ഷയിലാണ്. ബാരിക് ഗോൾഡും ആൻഡോഫക്സ്ത മിനറൽസും ചേർന്ന് സംയുക്ത സംരംഭമായി TCC എന്ന കമ്പനി രൂപീകരിച്ച് ഖനനം ആരംഭിക്കാൻ 2011 തീരുമാനിച്ചെങ്കിലും പാകിസ്ഥാൻ സർക്കാർ ഉടക്കുവെച്ചു. കമ്പനി അന്തർദേശീയ തർക്ക പരിഹാര കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു. പാകിസ്ഥാൻ സർക്കാരിന് പിഴ ചുമത്തുകയും ചെയ്തു. എന്നാൽ പിഴത്തുക നൽകാൻ തയ്യാറാകാത്ത പാകിസ്ഥാൻ സർക്കാർ 2022 ഖനിയുടെ ഓഹരി 3 പകുത്ത അന്തിമ തീരുമാനമെടുക്കുകയായിരുന്നു. അതിനിടെ ക്രൂഡ് ഓയിൽ ഇതര വരുമാന മേഖല വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ UAEയും സൗദി അറേബ്യയും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ആരംഭിച്ചിട്ട് നാളുകളേറെയായി. ഇപ്പോഴിതാ ഈ പാതയിലേക്ക് ഒമാൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങളും കൂടുതലായി തിരിയുകയാണ്. സൊഹാറയിലെ ലെസയൻ ഖനിയിൽ നിന്ന് ചെമ്പ് കയറ്റുമതി ചെയ്തുകൊണ്ടാണ് ഒമാൻ എണ്ണ ഇതര വരുമാന മേഖല വർദ്ധിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കിയത്. ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒമാൻ ചെമ്പ് കയറ്റുമതി ചെയ്യുന്നത് എന്നതാണ് ശ്രദ്ധേയം. 900 ടൺ പ്രീമിയം കോപ്പർ കോൺസെൻട്രേറ്റുകളുടെ ആദ്യ കയറ്റുമതി സൊഹാർ തുറമുഖം വഴി മിനറൽസ് ഡെവലപ്മെന്റ് ഓഫ് ഒമാൻ കയറ്റി ചെയ്തു കഴിഞ്ഞിരുന്നു. 18% മുതൽ 22% വരെ സാധ്യതയുള്ള ചെമ്പാണ് കയറ്റുമതി ചെയ്യുന്നത് എന്നും ഒമാൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.